എന്താ ചേട്ടന്റെ മുഖത്തൊരു കുണ്ടിതം? അത് ഞാന് അവല് ടാബ്ലറ്റ് കഴിച്ചതാ. അവള് ടാബ്ലറ്റ് കഴിച്ചതിന് ചേട്ടൻ എന്തിനാ കുണ്ടിതം? ആരടി നിന്റെ ഗ്രൂമർ? എന്റെ അച്ഛനാ. കൊറേ തമാശ പറയാ അച്ഛൻ. വാരി അങ്ങ് പൊതിഞ്ഞു വെച്ചേക്കുക. എന്ത്? ചളി. ലൈറ്റ് ഓഫ് ആക്കാം. നിനക്ക് നാണോ മാനോ ഇല്ലേ? ആ, നാണുമാവന്റെ കാര്യം പറഞ്ഞപ്പോഴാ കല്യാണത്തിന് വന്നിരുന്നല്ലോ. അല്ല, ചേട്ടന്റെ ഒരു അമ്മാവനില്ലേ? അമ്മാവൻ എന്താ നമ്മുടെ കല്യാണത്തിന് വരാഞ്ഞേ? അമ്മാവന്റെ തേങ്ങ. തേങ്ങ കച്ചവടക്കാരനാ. തമാശ പറഞ്ഞു നിക്കല്ലേ. 11:30ക്കാണ് മുഹൂർത്തം. വേഗം എന്ത് ചെയ്യാ, താലി കെട്ടുക, വാഴ വെട്ടുക, ദോഷം മാറ്റുക, എന്നിട്ട് എന്റെ മോനെ അങ്ങോട്ട് കെട്ടുക. അയ്യേ, ഒരു കഴിവില്ലാത്ത നിങ്ങളെ മോനെ എനിക്ക് വേണ്ട. നോക്ക്, വാഴയ്ക്ക് വലിയ ആവതൊന്നും ഇല്ലട്ടോ, ഒന്നും ആലോചിച്ചിട്ട് മതി. എന്നാലും വേണ്ടില്ല, ബുദ്ധിയും വരാത്ത നിങ്ങളെ മോനക്ക് വേണ്ട. ബുദ്ധിയില്ല, എന്റെ മോനെ ബുദ്ധിയില്ലാന്ന് എന്നോട് ആരാ പറഞ്ഞേ? ആരും പറയണ്ടല്ലോ, ഞാൻ പറഞ്ഞാ പോരെ. നിങ്ങളെ വീട്ടിലത്തെ കിണറ്റിലെ പായല് മാറ്റാൻ പറഞ്ഞപ്പോ 1 ലിറ്റർ പെയിന്റ് വാങ്ങിയ കിണറ്റിനകത്തേക്ക് ഒഴിച്ചിട്ട് പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട എന്ന് പറ പൊട്ടല്ലേ നിങ്ങളെ മോൻ? എന്റെ മോനെ ഈ കളിയാക്കൊന്നും വേണ്ട. എന്റെ അച്ഛന്റെ കാര്യം എന്താണ്? അനക്ക് പാസ്പോർട്ട് എടുക്കാൻ കുവൈറ്റ് പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ സെന്റർ ഫോട്ടോ വേണം പറഞ്ഞപ്പോ ഞാനെന്റെ നടുപ്പേജില്ലേ സെന്റർ ഫോട്ടോയും കൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയ തന്തേന്റെ മോളല്ലേ ഈ? ഇന്റെ തന്ത നിങ്ങളാരാ? ആങ്ങളാ. അതാ. അപ്പൊ അത് എന്റെ അമ്മേന്റെ ആരാ? ഭർത്താവ്. അതെ. ഞാൻ ഇന്നേ വരെ ഞാനിവിടെ നിങ്ങളെ കൂടെ ജോലിക്ക് വന്നിട്ട് ഏതെങ്കിലും ആമ്പിള്ളേരടുത്ത് പിന്നെ കൊഞ്ചാനോ പുഴയാനോ സംസാരിക്കാനോ ഞാൻ പോയിട്ടുണ്ടോ? അത് പോയിട്ടില്ല. ഇല്ലല്ലോ, ഇല്ല. ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല. അതും കൂടെ മനസ്സിലാക്കണം. ഞാനേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാ. അച്ഛൻ ഇങ്ങോട്ട് നോക്കെ. എന്റെ സൗന്ദര്യം ഇതേവരെങ്കിലും ഞാൻ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഹലോ, ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന്. ഭർത്താവ് ഇവിടെ ഉണ്ടെന്ന്. അതുപോലെ ആശാനുണ്ട്. ഞാൻ പറഞ്ഞൊരു വർക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാന്ന്. രാത്രി വിളി. പറയുന്ന കേക്കൂട്ട. ഇത് എന്ത് കുട്ട ഇങ്ങനെയൊക്കെ? ഇങ്ങനെ വാശി പിടിക്കുന്നേ? കുട്ട, നിനക്ക് എന്ത് പറ്റിയട കുട്ട? ഇവിടെ കുട്ടി എന്തിനാ എന്നെ ഇങ്ങനെ ധർമ്മസംഘടത്തിലാക്കണേ? കുട്ട പറഞ്ഞ കരയുടെ കുട്ട. ഞാനല്ലേ പറഞ്ഞ 10 മണിയാവട്ടെ. കുട്ട വിളിച്ചോ? കരയുടെ കുട്ട. കുട്ട എന്റെ പൊന്നര മോനെ, കരല്ലേ കരല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിനക്കിത് എന്ത് ശാന്ത ഇത്? ഒരു കാര്യം മനസ്സിലായല്ലോ. ഞാൻ കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ കണ്ണിലൊരു പൊടി പോയി. എന്താ? എന്റെ കണ്ണിലൊരു പൊടി പോയി. പെട്ടെന്ന് വീഡിയോ കോളി. പെട്ടെന്ന് അടുപ്പിച്ച് വെക്കാവേ. എന്തൊരു ശക്തി എന്റെ കുട്ടിന്റെ ശ്വാസത്തിന്. ഇപ്പൊ എന്റെ കൃഷ്ണമണി തെറിച്ചു പോയല്ലോ. അയ്യോ വാവേ, ഒരു രംഗണ്ണ എന്നെ വിളിക്കുന്നു. രംഗണ്ണനോ? ദാ ഇവിടെ എഴുതി കാണിക്കുന്നു താഴെ. അയ്യോ, അത് രംഗണ്ണനല്ല. നെറ്റ് കട്ടായിട്ട് റീകണക്ടിംഗ് കാണിച്ചതാ. അപ്പം എന്നാ വീഡിയോ കോൾ വേണ്ട, നോർമൽ കോളി. സാർ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സാറിനെ പാട്ട് പഠിപ്പിക്കാൻ ഞാൻ ഇവിടെ വന്നേ. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. മോളെ വെറുതെ വേണ്ട, എന്നെ പാട്ട് പഠിപ്പിച്ച 5000 രൂപ തരാം. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ പാട്. ഇന്നെനിക്ക് പുട്ടുകുത്താൻ. പുട്ടുകുത്താനല്ല, ദോശ ഇളക്കാൻ. ദോശ ഇളക്കാൻ. എന്റെ സാറേ, സാറിനെ കൊണ്ട് ഈ പാട്ടൊന്നും നടക്കത്തില്ല. എന്റെ പൊന്നു മോളെ, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിൽ എന്റെ പേര് പാട്ടിന് കൊടുത്തുപോയി. അവരത് നോട്ടീസിലും അടിച്ച്. ഇനി പാടിയില്ലെങ്കിൽ ഈ വിക്രമ സാറിന് നാണക്കേടാ. അയ്യേ, നോക്ക്, കരയുന്നതിന് പോലും താളമില്ല. മോളെ, മെനങ്ങാന്ന് ഞാൻ ജംഗ്ഷനിൽ പോയപ്പോ നീ ബാ മ്യൂസിക്കിന് 1ാം റാങ്ക് വാങ്ങിയെന്ന് ഫ്ലെക്സ് കണ്ട്. അതുകൊണ്ടാ എന്നെ തന്നെ വിളിച്ചത്. എന്ത് മ്യൂസിക്? ബാ മ്യൂസിക്. മ്യൂസിക്. മോളെ, നിനക്കറിയാലോ എന്റെ ഭാര്യ മിനിയാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ ഭാര്യയല്ലേ ഹെവിയാന്നല്ലോ.